അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സോയാക്കറി ഉണ്ടാക്കാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കുക്കറിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കിഴങ്ങും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് അതിൻ്റെ അകത്തേക്ക് ഇട്ട ശേഷം നമ്മൾ സോയ കുറച്ച് നേരത്തെ എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ സോയ ചങ്ക്സ് ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ പീസായിട്ട് അരിഞ്ഞതിന് ശേഷം അത് കുക്കറിൻ്റെ അകത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് അത് 2 വിസിൽ വെച്ചിട്ട് വേവിച്ചു. 2 വിസിൽ കഴിയുമ്പോഴേക്കും അതെടുത്ത് മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് പൊട്ടിച്ചിട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് അത് നന്നായിട്ട് വഴറ്റി വരണം. അത് നന്നായിട്ട് വഴഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ബാക്കി മസാലകളും പിന്നെ അതേപോലെ പൊടികളും ഇടാം. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ മീറ്റ് മസാലയും ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് നന്നായിട്ട് ആ സവാളയായിട്ട് ബ്ലെൻഡായി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോയയുടെയും കിഴങ്ങിൻ്റെയും ആ ഒരു മിക്സ് ഈ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ഡ്രൈ പോലെ എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ ഈ ഒരു സോയയുടെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. അപ്പോൾ ആ എടുത്ത പാത്രം ചെറുതായി പോയതുകൊണ്ട് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചില്ല, പകരം അത് പിടിച്ചിട്ട് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഫുള്ള് മിക്സ് അതായത് സോയയും പിന്നെ കിഴങ്ങിൻ്റെയും കൂടെ മിക്സ് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു ഗ്രേവി സവോളയുടെ ആ ഒരു മിക്സിൻ്റെ അകത്ത് നന്നായിട്ടിട്ട് ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്നവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി അതിന് ശേഷം കുറച്ച് നേരം കൂടെ നമ്മൾ തീ കുറച്ച് വെച്ച് ഇത് നന്നായിട്ട് ഇളക്കി ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം. ഇപ്പം നിങ്ങൾക്ക് ചാറായിട്ട് വെക്കണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്കിതൊരു എന്താ പറയുക ഒരു വെജ് കുറുമ അല്ലെങ്കിൽ ഒരു തിക്ക് ഗ്രേവി പോലെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അധികം ടൈമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് ആ ഒരു സോയ വെന്ത് വരാനെടുക്കുന്ന ആ ഒരു 2 വിസിലടിക്കുന്ന സമയം മാത്രമേ ഇതിനെടുക്കത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ സോയാക്കറി വയ്ക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക.